ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ സംസാരിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ. സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എല്ലാ മേഖലയിലും എടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഈ മഴ നല്ലതുപോലെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമായും മഴയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നേരത്തെ തന്നെ കാലാവസ്ഥാ പ്രവചന വകുപ്പ് പറഞ്ഞതനുസരിച്ച് നമ്മൾ താഴത്തോട്ട് പറഞ്ഞിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അതിതീവ്ര മഴ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെ ജലാശയങ്ങളിലേക്കുള്ള ആളുകളുടെ യാത്ര, മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട് തീരദേശത്ത് ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും തീരദേശവും അല്ലാത്ത പ്രദേശങ്ങളിൽ വെള്ളം കൂടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ പ്രത്യേകിച്ച് വെക്കേഷനാണ് എന്നുള്ള കാരണം കൊണ്ട് കുട്ടികൾ ഉൾപ്പെടെ ജലാശയങ്ങളിൽ ഇറങ്ങുന്ന നടപടിയെ ഏത് വിധേനയും നമുക്ക് നിരുത്സാഹപ്പെടുത്തിയാൽ മതിയാകും. അപകടമില്ലാത്ത സ്ഥലമാണ് എന്ന് തോന്നുന്നൊക്കെ ഉണ്ടെങ്കിലും അധികം അളവിൽ വെള്ളം വേണ്ടതില്ല മരണത്തിന് എന്ന് പറയുന്ന വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മലവെള്ളപ്പാച്ചിൽ, മിന്നൽ പ്രളയം, അതിതീവ്ര മഴയുടെ പ്രൊഡക്റ്റാണിതെല്ലാം. അതുകൊണ്ട് വളരെ ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ജലാശയങ്ങളിൽ കുളിക്കാൻ ഇറങ്ങുന്നത് ഇപ്പം തൽക്കാലം എന്തായാലും ഒഴിവാക്കിയേ മതിയാകൂ. ആ വിധത്തിലുള്ളൊരു ശ്രദ്ധ വിനോദസഞ്ചാരത്തിൽ, വഞ്ചി കുത്തിപ്പോകലിൽ, നീന്തലിൽ, മത്സരങ്ങൾ നടത്തുന്നതിൽ ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടാക്കണം. മലയോരത്തും ഇതേപോലെ തന്നെയുള്ള പ്രയാസങ്ങളുണ്ട്. രാത്രികാല യാത്രാ നിരോധനം ആവശ്യമെങ്കിൽ നടത്താൻ കളക്ടർമാരെ നേരത്തെ തന്നെ ദുരന്ത നിവാരണ വകുപ്പിൽ നിന്നുള്ള ചുമതല നൽകിയിട്ടുണ്ട്. പക്ഷേ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും എന്നുള്ളതുകൊണ്ട് അക്കാര്യത്തിലും ഒരു ശ്രദ്ധ നല്ലതുപോലെ ഉണ്ടാകുന്നത് നന്നായിരിക്കും. നമുക്ക് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ, താമസിക്കാൻ പ്രശ്നമുള്ള സ്ഥലങ്ങൾ, ശക്തമായ കാറ്റിൻ്റെ ഭാഗമായി മേൽക്കൂര പറന്നു പോകാൻ ഇടയുള്ള വീടുകൾ, വർണ്ണബിളാണെന്ന് തോന്നുന്ന സ്ഥലങ്ങൾ, ഓറഞ്ച് ബുക്കിൽ രേഖപ്പെടുത്തിയ സ്ഥലങ്ങൾ, ഇവിടെ നിന്നൊക്കെ ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലാകെ 9 ക്യാമ്പുകളെ ആരംഭിച്ചിട്ടുള്ളൂ. 57 കുടുംബങ്ങളിലായി 193 പേരാണിപ്പോൾ ആ ക്യാമ്പുകളിൽ താമസിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ എല്ലാ വിധത്തിലും നമ്മൾ ഒരുക്കം നടത്തിയിട്ടുണ്ട്. 3953 ക്യാമ്പുകൾ വരെ ആവശ്യമായ ഘട്ടത്തിൽ തുടങ്ങാൻ സ്കൂളുകളും മറ്റ് സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. റിയ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വന്നുകൊണ്ടിരുന്ന കാര്യം ദുരിതാശ്വാസ ക്യാമ്പുകളെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്.